ചവിട്ടുവാണേ. അയ്യോ ചവിട്ടുന്നേ. ഇതാരാ ഇതാരാ ആരാ? ഫോട്ടോ എടുക്കണ്ടേ മുത്തു? റെഡി ആവണ്ടേ? ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ച് ഫോട്ടോ എടുക്കാനൊന്ന് റെഡിയാക്കി സെറ്റ് ചെയ്യണം. ഒരു പണിയാ. ഇവനാണെ അടങ്ങിയിരിക്കില്ല. മുത്തേ നോക്ക് നോക്ക്. ഹായ് സേ ഹായ്. ഹായ് എല്ലാവർക്കും ഹായ് പറ. സേ ഹായ്. ഹായ് ഓൾ. ഇന്ന് ഒരാളുകൂടി ഉണ്ട് നമ്മുടെ കൂടെ വീഡിയോയിൽ. ഇന്ന് ആൾക്ക് 9 മാസം കംപ്ലീറ്റ് ആയേ. December 9, 2023 നമ്മൾ ഉണ്ടാവുന്നത്. ഇന്നിപ്പോൾ September 9, 2024 ആയി. 9 മന്ത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഇവൻ്റെ ഫോട്ടോസ് എടുക്കാറുണ്ട്. 1 മന്ത് കംപ്ലീറ്റ് ആകുമ്പോൾ, 2 മന്ത് കംപ്ലീറ്റ് ആകുമ്പോഴൊക്കെ. ലാസ്റ്റ് 1 ഇയർ ആകുമ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്തൊരു ഫോട്ടോ കൊളാഷ് പോലെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവൻ്റെ ഫോട്ടോ എടുക്കണം എന്നാണ് വിചാരിക്കണേ. ഓ മുത്തു ആരാത്? മുത്താണോ അത്? ഞങ്ങളെ പിന്നെ മുത്തേന്നാണേ വിളിക്കണേ. അമ്മോ. അപ്പോൾ ഇവൻ്റെ ഫോട്ടോ എടുക്കണം. ഇനി ഇവനെ റെഡി ആക്കണം. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുള്ള ആശാൻ. ഇനി മൂഡ് ചീത്ത ആവുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കണം. റെഡിയാക്കി ഫോട്ടോ എടുക്കണ ഒരു ചടങ്ങാണ്. കുറച്ച് പാടാണ്. അത്ര അങ്ങോട്ട് സഹകരിക്കണ കൂട്ടത്തിലൊന്നുമല്ല. ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇത്രയും ദിവസം ഇങ്ങനെ കിടത്തിയിട്ടാണ് ഫോട്ടോ എടുക്കുക അവൻ്റെ മാറ്റിലൊക്കെ. ഇന്നിപ്പോൾ ഞാൻ ഇരുത്തിയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കണത്. എങ്ങനെയാവുമെന്ന് അറിയില്ല, നോക്കണം. പിന്നെ ഇരിക്കുമോ ഇല്ലേ എന്നൊക്കെ. ആദ്യം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിക്കണം. അതിന് തന്നെ ഒരു പണിയാണ്. മുത്തേ അത് നോക്ക്. ആരാന്ന് നോക്ക്. എല്ലാവർക്കും ഹായ് പറ. ഹായ് പറ. ഹായ് ഹായ്. നോക്ക് 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 നോക്ക്. ഹായ് ഹായ്. ആരത്? ഇവിടെ മൊത്തം നമ്മളിപ്പോൾ പോവാന്ന് പറഞ്ഞല്ലോ. മൊത്തം പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. നോക്ക്. ഹായ്. ചിരിക്കും മുത്തു. ചിരി. പല്ല് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. പല്ല് ഞങ്ങൾക്കൊരു പല്ലൊക്കെ ഉണ്ടേ. പല്ല് കാണിച്ചു കൊടുക്ക്. പല്ല് കാണിച്ചു കൊടുക്ക്. പല്ല് കണ്ടോ? ഞങ്ങളുടെ ഒരു പല്ല് കണ്ടോ? ഒരു പല്ലുള്ളേ ഞങ്ങൾക്ക്. ഒരു പല്ല് വെച്ച് തന്നെ നല്ല കടി കടിക്കും. നോക്ക്. ഹായ്. ഇനി ഇവനെ റെഡിയാക്കി ഫോട്ടോ എടുക്കണം. ഞാനങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഡ്രസ്സൊക്കെ ആട്ടോ നിറച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റേ ഇതൊക്കെ തുണി അലക്കിയിട്ട് നമ്മൾ ഉണക്കാനിടുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഫ്ലാറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അതൊക്കെ ഞാൻ കാർഗോയിൽ അയച്ചു. അപ്പോൾ തുണി ഉണക്കിയിടാനുള്ള സ്ഥലം ഇനി വേറെ ഇല്ല. അപ്പോൾ ഈ സെറ്റിലൊക്കെയാണ് ഇപ്പോൾ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇട്ടിട്ട് ഉണങ്ങിയിട്ട് പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണം. അതിനകത്തേക്ക് കയറ്റണമല്ലോ. അപ്പോൾ മാക്സിമം ഉള്ള ഡ്രസ്സൊക്കെ അലക്കി സെറ്റാക്കി വെക്കുകയാണ്. കൊച്ചിൻ്റെയൊക്കെയാണ് ഡെയിലി ഇടുന്ന ഡ്രസ്സുകൾ. അപ്പോൾ ആ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണക്കാൻ പറ്റുള്ളൂ. ഫ്ലാറ്റിൽ ഇതൊക്കെയല്ലേ പറ്റുമോ. അപ്പോൾ നമ്മളൊന്ന് പോയി റെഡി ആവട്ടെ. ഇങ്ങനെ പറയേ. എന്താ പറയണെന്ന് അവനെ അറിയുള്ളൂ. എന്തിപ്പോ എന്താണൊക്കെ പറയും കേട്ടോ. ഞങ്ങളൊന്ന് റെഡി ആയിട്ട് ഫോട്ടോസ് എടുക്കാം. എന്നിട്ട് ഞാൻ ഫോട്ടോ ഇതിനകത്ത് കമ്മ്യൂണിറ്റി ടാബിൽ അങ്ങനെ ഇട്ടേക്കാം. Takten alla Gullfest hela dagen. Mjöl från livets grottekvarn. Gullfest hela dagen. ഫോട്ടോ എടുത്തു. പക്ഷെ ഭയങ്കര പാടായിരുന്നു. ആളൊട്ടും കോപ്പറേറ്റ് ചെയ്യണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. പിന്നെ ഞാൻ സാധാരണ ഈ നമ്പേഴ്സൊക്കെ എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കുകയാണ് ചെയ്യുക. 1, 2, 3 ഒക്കെ എന്തെങ്കിലും അവൻ്റെ തന്നെ ക്ലോത്തോ അല്ലെങ്കിൽ ഡയപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുക ചെയ്യുക. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്തില്ല. ഇരുത്തി ഫോട്ടോ എടുക്കുക എന്നുള്ള ഇതിൽ. അതുകൊണ്ട് ഞാനിങ്ങനെ 9 എന്നുള്ളത് എഡിറ്റ് ചെയ്ത് കയറ്റാമെന്ന് ഓർത്തു. പക്ഷെ ആളൊട്ടും കോപ്പറേറ്റീവ് അല്ലായിരുന്നു. എന്തോ ഉറക്കം വന്നിട്ടാണോ എന്തോ അറിയില്ല. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. മൂഡ് ശരിയായില്ല. ഇപ്പോൾ വീണ്ടും കിടന്ന് ഉറങ്ങി. നോക്കട്ടെ ലാസ്റ്റ് ഫോട്ടോ എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ളത് നോക്കണം.
അപ്പോൾ അതാണ് ഫോട്ടോസ്. ഇതാണ് ഞാൻ എടുത്തത്, കഷ്ടപ്പെട്ടെടുത്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.